ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാക്രോണീസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ മാക്രോണീസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ മല്ലിപ്പൊടി, മാക്രോണീസ്, തക്കാളി, മുളക് പൊടി, ഗരം മസാല, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നമുക്ക് ആവശ്യമുള്ളത് സോസുകളാണ്. അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ അതാ ഞാനൊരു പാനിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് നമുക്ക് അതിലേക്ക് നമ്മുടെ മാക്രോണീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചെറുതായി തിളച്ച് വന്നിട്ട് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് മാക്രോണീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ മാക്രോണീസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഇത് ഒട്ടാതിരിക്കാൻ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെന്ത് വരുമ്പോൾ ചിലപ്പോൾ ഒട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി അത് നന്നായി വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മാക്രോണീസൊക്കെ നന്നായി വെന്ത് വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാക്രോണീസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വേവിക്കരുത്, ഒരു മീഡിയം വേവ്. ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയിട്ട് തണുത്ത വെള്ളം കൊണ്ട് കഴുകണം. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യണത്. ചില മാക്രോണീസ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളതങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കണത്. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ വേവിച്ചിട്ട് അതിൻ്റെ പ്യൂരി എടുക്കണം നമുക്ക്. അതാണ് നമുക്ക് ഇനി അടുത്തായിട്ട് ആവശ്യമുള്ളത്. അപ്പം ഞാൻ ഇവിടെ ടൊമാറ്റോൻ്റെ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതെങ്ങനെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ടൊമാറ്റോൻ്റെ പ്യൂരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത്. പിന്നെ പച്ചമുളകും. ഇനി അപ്പോൾ നമുക്ക് എങ്ങനെ മാക്രോണീസ് ഉണ്ടാക്കാം നോക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് സവോളയാണ്, ഓണിയൻ. ഞാൻ വലിയ ഉള്ളി എടുത്തിരിക്കുന്നത്. അത് എത്ര എടുക്കണമെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസൊക്കെ എത്ര വീതം എടുത്തിരിക്കണമെന്നൊക്കെ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കുക അറിയാത്തവർ. ഞാൻ എന്താ ഇപ്പം നമ്മുടെ മാക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. പിന്നീട് ഇഞ്ചി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് പച്ചമണം മാറി വരട്ടെ. അപ്പോൾ നമുക്ക് കാണാം. അപ്പം നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതും അതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കൂടിയിട്ട് ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. നമുക്ക് വല്ല പുളിപ്പോ തക്കാളിക്ക് വല്ല പുളിപ്പോ എന്തെങ്കിലും കൂടുതലോ തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി ഷുഗർ ആഡ് ചെയ്യാം. കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി.
ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാക്രോണി ആഡ് ചെയ്യാം. അപ്പോൾ ഇതവിടെ തിളച്ച് വന്നിട്ട് നമുക്ക് നമ്മുടെ മാക്രോണി ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആവണ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്രോണിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്രോണിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ആളിനും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരെ കാണുന്നവരെ ടാറ്റാ ബൈ. ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ബൈ.